തിരിച്ച് നമ്മുടെ ഇ വി പണിക്കറുടെ ത്രോട്ടിൽ റെസ്പോൺസ് ഒന്ന് നോക്കാം. ഗിരീഷേ, എങ്ങനെയുണ്ട് നമ്മുടെ ഇ വി പണിക്കർ? പണിക്കറ്റ് പൊളിയല്ലേ. നീ ഇത്രയും വിചാരിച്ച ഇ വി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാറ്റയുടെ ഇ വി പണിക്കറായ കർവ് ഇ വിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ്. നമ്മുടെ സുഹൃത്ത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുതന്ന. ഇതിനകത്ത് റീജൻ മോഡുണ്ട്, 3 മോഡുണ്ട്. പിന്നെ നമുക്ക് ഇറക്കത്തു നിന്നൊക്കെ നമുക്ക് ഇടുക്കി റൂട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ചാർജ് റിവേഴ്സ് കയറും. നൈസ് സൗണ്ട്. നമുക്കിപ്പോൾ ലൈൻ ചേഞ്ച് ചെയ്ത് പോവാണെങ്കിൽ ഇപ്പൊ ഇത് വർക്കിംഗ് ആണ് കേട്ടോ. വർക്കിംഗ് അഡാസ് എങ്ങനെയാണ്? നമ്മൾ ഈ അട തിന്നുന്ന പോലത്തെ പരിപാടിയാണ് അഡാസ്. നമ്മൾ എപ്പോഴും പറയാറില്ല ഈ ചേട്ടാ ലൈൻ തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ വണ്ടി സ്പീഡ് നിൽക്കുന്നത് 72 കിലോമീറ്റർ സ്പീഡിലാണ്. ലൈൻ കയറുമ്പോൾ എന്നെ സംഭവിക്കും? ഹാൻഡിലെ ഒരു വൈബ്രേഷൻ വരുന്നുണ്ടോ? അതാണോ സ്റ്റിയറിംഗ് ഒരു വൈബ്രേഷൻ വരുന്നതാണോ? ഞാനിപ്പോ കഴുത്ത് കളിച്ച് പെടൽ വെട്ടിക്കൊണ്ടിരിക്കും. നൈസ് പരിപാടിയാണ്. ബ്ലൈൻഡ് സ്പോട്ട് കിട്ടുന്നുണ്ടല്ലോടാ. ഇത് ബാറ്ററി ഇതിന്റെ അടിയില്ല, ഇത് സെൽ ബൈ സെല്ലായിട്ടാ. എന്ന് വെച്ചാൽ ഒരു സെല്ലായിട്ട് ഇങ്ങനെ കുറെ സെല്ലുകൾ കൂടിയിട്ട് ഇതിന്റെ അടിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഷോറൂമിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. നമ്മുടെ ഷോറൂം വരുന്നത് ലെക്സോൺ മുണ്ടക്കയാണ്. എടുത്തവരുടെ അഭിപ്രായം എന്നാ കൂടുതലും? എല്ലാവർക്കും നല്ല അഭിപ്രായം. പിന്നെ ഇതിനകത്ത് പെട്രോളും വരുന്നുണ്ട്, ഡീസലും വരുന്നുണ്ട്. ഇത് കൂപ്പ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 5 സ്റ്റാർ സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ്. നിങ്ങൾ ഷോറൂം ലൊക്കേറ്റ് ചെയ്ത് മുണ്ടക്കയത്ത് പ്രോപ്പറോടെ ബൈപ്പാസ് ആ പാലത്തിന്റെ അടുത്താണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ ഇട്ടേക്കാം, അതിൻ്റെ അടിയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ ആർക്കെങ്കിലും വണ്ടിയിൽ വേണം നേരെ പ്രവീൺ ചേട്ടൻ ടീമിനെ വിളിക്കുന്നതായിരിക്കും. ഫുൾ സെറ്റ് ചെയ്തോണം കേട്ടോ. ഓക്കെ, എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഓൾ സെറ്റ്.